ഏറ്റവും വലിയ കലാമാമാങ്കമാണ് നമ്മുടെ കേരള സ്കൂൾ കലോത്സവം എന്ന് പറയുന്നത്. ഇന്ന് പയ്യന്നൂരിൽ നടക്കുന്നത് ഒരു കലകളുടെ സംഗമം തന്നെയാണ് നടക്കുന്നത്. ഒരു ഭാഗത്താണെങ്കിൽ കൂടിയാട്ടം നടക്കുകയാണ്, ഒരു ഭാഗത്ത് കഥകളി നടക്കുകയാണ്, ഒരു ഭാഗത്ത് പരിചമുട്ട് കളി നടക്കുകയാണ്. ആകെ ഒരു കലയുടെ സംഗമം തന്നെയാണ് അല്ലേ നടക്കുന്നത്. അപ്പൊ നമ്മളോടൊപ്പം ചേർന്ന ഈ ടീം എന്ത് പരിപാടിയാണ് പങ്കെടുത്തവർ? ഇതിപ്പോ കൂടിയാട്ടം നമ്മുടെ ഈ ലോക പൈതൃകമായിട്ട് യുനെസ്കോ അംഗീകരിച്ച ഭാരതീയ കലയാണ് കൂടിയാട്ടം എന്ന് പറയുന്നത്. ഇവിടെ അഭിനയ കല നൃത്തത്തെക്കാൾ പ്രാധാന്യം അഭിനയ കലയ്ക്ക് എന്നുള്ളത് കൊണ്ട് തന്നെ കൂടിയാട്ടം അഭിനയത്തിന്റെ അമ്മ എന്ന് കൂടി ഒരു വിശേഷത നമ്മുടെ ഈ കൂടിയാട്ടത്തിനുണ്ട്. ഇവിടെ നമ്മോടൊപ്പം ഉള്ളത് കൂടിയാട്ടത്തിന്റെ കൊച്ചു മിടുക്കുകളാണ്, അവരുടെ അധ്യാപക കൂടിയാണ്. നമുക്ക് ഇവരുടെ പേരുകളൊന്നും ആദ്യം ചോദിച്ചറിയാം അല്ലെ നികേഷ്? നിങ്ങളുടെ പേര്? സാത്വിക. ഏത് കഥാപാത്രമാണ് ഈ കൂടിയാട്ടത്തില്? ഞാൻ കൊട്ടിനായിട്ടാണ് അല്ലേ? ശിവദ. ശ്രീരാമൻ. ടീച്ചറാണല്ലേ? ടീച്ചറെല്ലാം പഠിപ്പിക്കുന്നത് സ്റ്റുഡൻ്റ് ആണ് കേരള കലാമണ്ഡലത്തിലെ. അപ്പം ഞങ്ങൾ ആശാന്റെ കൂടെ പഠിപ്പിക്കാൻ വന്നിട്ടുണ്ട് ഇവരെ. അപ്പൊ പേരെന്താ? അർച്ചന. അമേയ. സീത. വൈക. പ്രാർത്ഥന. ഞാൻ ലക്ഷ്മണ. അപ്പോ ഇവരാണ് നമ്മുടെ കൂടിയാട്ടത്തിന്റെ അംഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പോ ഏതാണ് നിങ്ങളുടെ ആ ഒരു ഈ കൂടിയാട്ടത്തിന്റെ ഇതെന്താണ്, തീം എന്തായിരുന്നു? ശൂർപ്പണഖാംഗം എന്നാണ് പേര്. ശ്രീരാമൻ, ലക്ഷ്മണൻ, ശൂർപ്പണഖ, ലളിത, സീത എല്ലാം കൂടി ചേർന്ന ഒരു ഇതാണ്. ലളിതയ്ക്ക് ശ്രീരാമനോട് ഇഷ്ടം തോന്നിയിട്ട് ശ്രീരാമനോട് പോയിട്ട് പ്രണയാഭ്യർത്ഥന ചെയ്യുന്നതും ശ്രീരാമൻ ലക്ഷ്മണന്റെ അടുത്തോട്ട് പറഞ്ഞു വിടുന്നതും ലക്ഷ്മണന്റെ അടുത്ത് പോയി സംസാരിക്കുമ്പോൾ ലക്ഷ്മണൻ ശ്രീരാമന്റെ അടുത്ത് പോകാൻ പറഞ്ഞു. അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ദേഷ്യം വന്ന ലളിത ഇനിയും ഇവരെന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു വിടുകയാണെങ്കിൽ എൻ്റെ രാക്ഷസി രൂപത്തെ സ്വീകരിക്കുമെന്ന് പറഞ്ഞു പോവുകയാണ്. അവിടെ പോകുമ്പോൾ ലക്ഷ്മണൻ പിന്നെയും പറഞ്ഞു വിടുമ്പം ശൂർപ്പണഖയുടെ വേഷത്തിലായി വരും. പിന്നെ ശൂർപ്പണഖയും ലക്ഷ്മണനും തമ്മിലുള്ള യുദ്ധമാണ് കാണിക്കുന്നത്. അതോടുകൂടി യൂത്ത് ഫെസ്റ്റിവലിൽ അത്രേ കാണിക്കുന്നുള്ളൂ. അത് കഴിഞ്ഞ് നീളം എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. ലക്ഷ്മണൻ കർണനാസിക ഛേദനം ചെയ്യുന്ന ഭാഗമൊക്കെ ഉണ്ട്. അത് യൂത്ത് ഫെസ്റ്റിവലിൽ കാണിക്കാറില്ല. ഇവിടെ ഇത്രയും കൊണ്ട് നിർത്താറുണ്ട്. എന്തായാലും വളരെ മനോഹരമായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വളരെ ഗംഭീരമായിട്ട് തകർത്താടുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചത്. എല്ലാവരും നല്ല രീതിയിൽ. പിന്നെ നിങ്ങളുടെ സ്കൂളിന്റെ പേര് നമ്മൾ പറഞ്ഞത് കാഞ്ഞിരോട് ശങ്കരവിലാസം UP സ്കൂൾ. ശങ്കരവിലാസം സ്കൂളിലെ കുട്ടികൾ സ്ഥിരമായിട്ട് ഈ മത്സരത്തിൽ പങ്കെടുക്കാറുണ്ടോ? നമ്മുടെ സ്കൂളിന് ആദ്യമായിട്ടാണ് കൂടിയാട്ടം. ആദ്യമായിട്ടാണ് അല്ലേ? എന്ത് തോന്നുന്നു ഇത് അവതരിപ്പിച്ചപ്പോ? സന്തോഷമുണ്ട് അല്ലേ? ഒരുപാട് സന്തോഷം. ഒരുപാട്. അപ്പോ ടീച്ചറാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ വേഷവിധാനങ്ങളൊക്കെ ഒരുക്കിയത് ആരാ? സ്ത്രീവേഷങ്ങളെ ഒരുക്കിയത് ഞങ്ങളാണ്. പിന്നെ ചുട്ടി കാര്യങ്ങൾ വേറെ ആൾക്കാർ വന്നിട്ടുണ്ട്, അവിടെ നിന്ന് തന്നെയുള്ള ആൾക്കാർ. എന്തായാലും വളരെ മനോഹരമായിരിക്കുകയാണ്. അതെ, ഇവരൊക്കെയും എത്ര സമയം എപ്പോഴാണ് ഈ മേക്കപ്പ് തുടങ്ങിയിട്ടുള്ളത്? രാവിലെ തുടങ്ങിയിട്ടുണ്ടല്ലേ? ഇപ്പം ഏകദേശം സമയം 12 മണിയോട് ആയി. അപ്പോൾ ഇപ്പോഴാണോ കളിച്ചിറങ്ങിയത്? അതെ, ഇപ്പോഴാണ് കളിച്ചിറങ്ങിയത്. ഇതിന്റെയൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടോ? കെട്ടിവെച്ചതിന്റെയൊക്കെ കുറച്ചൊക്കെ ഉണ്ടല്ലേ? അപ്പൊ ഇതിന്റെ ഒരു എഫേർട്ട്, ഇതിന്റെ ഒരു എഫക്റ്റ് നമുക്ക് അവിടെ സ്റ്റേജിൽ കൊടുക്കാൻ വേണ്ടി സാധിച്ചോ? കിട്ടുമോ? നമ്മുടെ ജില്ലയിൽ 1ാം സ്ഥാനം അടിക്കാൻ വേണ്ടി സാധിക്കുമോ നമുക്ക്? അങ്ങനെയാണ് ഒരു പ്രതീക്ഷ അല്ലേ? അപ്പോ നല്ല രീതിയിൽ തന്നെ കുട്ടികളൊക്കെ വിചാരിച്ച രീതിയിൽ കൂടിയാട്ടത്തിന്റെ ഈ ഒരു കല നല്ല രീതിയിൽ തന്നെ അവരവിടെ സ്റ്റേജിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ കലോത്സവ വേദികളിൽ ഇത്തരം കലകൾ വരുന്നു എന്ന് പറയുന്നത് തന്നെ വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. എന്തായാലും നമുക്ക് അടുത്ത വേദിയിലേക്ക് പോകാൻ സമയമായിരിക്കുകയാണ്. നമ്മുടെ ഈ കലോത്സവ വേദിയിൽ നിന്നും അഗ്നിവേശനും നികേഷ് താവത്തിനുമൊപ്പം ചാന്ദിനി.